എന്തോ ആട്ടെ, നമുക്ക് പറയാനുള്ളത് ആ ഹദീസ് അയിമത്തൊക്കെ ഉദ്ധരിച്ച ഹദീസ്. ജാബിർ തങ്ങളോട് അല്ലാഹു റസൂല് പറയുന്നു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ, ജാബിറേ, നിന്റെ നബിയുടെ നൂറിനെയാണ്, ആത്മാവിനെയാണ് ആദ്യമായി അള്ളാഹു പഠിച്ചത്. ഇപ്പൊ നബി തങ്ങളുടെ പ്രത്യേക ഒരു പേരാണ് നൂർ, പ്രകാശം. ആ പദം വെച്ചിട്ടുള്ള സ്വലാത്തുകൾ എടുത്തു ചൊല്ലിയാൽ അനുഭവം പറയട്ടെ, ചെയ്തു നോക്കേണ്ടി നമുക്ക് അനുഭവിക്കാൻ കഴിയും. നൂർ എന്ന നബി തങ്ങളെ പറ്റി പറയുന്ന വാക്കുകളുള്ള സലാത്തുകളോ വരികളോ ഒക്കെ എടുത്ത് കുറച്ച് കൂടുതൽ പതിവാക്കിയാൽ നമുക്ക് നാം അനുഭവിക്കുന്ന ചില ഇരുള് മേഖലകൾ അത് പ്രകാശിക്കുന്നതായി, അത് നീങ്ങുന്നതായി നമുക്ക് അനുഭവം. ഉദാഹരണം, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഖ്ലി, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വലാത്ത്. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി, നീ സ്വലാത്ത് ചെയ്യ്, അലൻ നൂരി, നൂറായ മുത്തു റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെയ്യ് അല്ലാഹ്, വഅഖ്ലിഹി, അവിടുത്തെ ആലിനും സ്വലാത്ത് ചെയ്യ്. ഹൃസ്വമായ എന്റെ കണ്ണിൽപ്പെട്ട സ്വലാത്തുകളിൽ ഏറ്റവും ചെറുതാണ്. ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ 300 സ്വലാത്ത് ചെല്ലണമെന്നാണ് മഹാനായ അബൂ ത്വാലിബിൽ മക്കി ഖുത്തുൽ ഖുലൂബിലൊക്കെ പറയും. 500 സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞവരുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ സ്വലാത്ത് 300 ആവും. അപ്പൊ ആ ദൗത്യ നിർവഹണം എളുപ്പമുണ്ടാവും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഖ്ലി. ഈ സ്വലാത്ത് വല്ലാതെ ഇരുളുള്ള ഏരിയകൾ നമ്മൾക്ക് നമ്മളെ പറ്റി അറിയാലോ. എവിടെയാണ് എനിക്ക് ഇരുളുള്ളത് അറിയാലോ. എന്റെ സംസാര രംഗത്ത് ഇരുളുണ്ടോ, എന്റെ പ്രവർത്തന രംഗത്ത് ഇരുളുണ്ടോ, എന്റെ ചിന്തയിൽ ഇരുളുണ്ടോ, എത്ര മേഖലകളിലാണ് ഇരുളുള്ളത് അത് നമുക്കറിയാം. ഈ സ്വലാത്ത് ആ ഇരുളുള്ള മേഖല പ്രകാശിക്കണമെന്ന നിലക്ക് നൂർ എന്ന പദം പറഞ്ഞുകൊണ്ടുള്ള ഏത് സ്വലാത്ത് ചൊല്ലിയാലും ആ മേഖല പ്രകാശിച്ച് അനുഭവിക്കും.